Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. 3 youths die. 3 യുവാക്കൾ മരിക്കുന്നു. സാധാരണയായിട്ട് പത്രങ്ങളുടെ തലക്കെട്ടുകൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് എഴുതുക. നമ്മൾ ഇവിടെ ഇത് മരിച്ചു എന്ന് വായിക്കണം, പാസ്റ്റ് ടെൻസിൽ വായിക്കണം. അപ്പോൾ ഇങ്ങനെ വായിക്കണം: 3 youths died. 3 യുവാക്കൾ മരണപ്പെട്ടു. ആസ് കാർ പ്ലഞ്ച് ഇൻ ടു പോണ്ട്. പ്ലഞ്ച് എന്നാൽ അർത്ഥം മുങ്ങുക, ചാടുക, ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെയും ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് എഴുതിയിട്ടുള്ളത്, പ്ലഞ്ച്. ഇവിടെ ഇത് പ്ലഞ്ച്ഡ് എന്ന് വായിക്കണം. വീണു. ആസ് കാർ പ്ലഞ്ച്ഡ് ഇൻ ടു പോണ്ട്. പോണ്ട് എന്നാൽ തടാകം. കാർ തടാകത്തിലേക്ക് വീണ് 3 യുവാക്കൾ മരണപ്പെട്ടു. ഇതാണ് തലക്കെട്ട്. 3 youths died as car plunged into pond. 3 youths 3 യുവാക്കൾ ബിലോങ്ങിങ് ടു വൺ എക്സ്റ്റെൻഡഡ് ഫാമിലി. ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലിയിൽ നിന്നുള്ള 3 യുവാക്കൾ. എക്സ്റ്റെൻഡഡ് ഫാമിലി എന്നാൽ അർത്ഥം അടുത്ത കുടുംബത്തിലെ അംഗങ്ങൾക്ക് പുറമെ അവരുമായി ബന്ധപ്പെട്ട് മറ്റു ബന്ധുക്കളെയും ഉൾപ്പെടുന്ന ഒരു കുടുംബഘടനയാണ് സൂചിപ്പിക്കുന്നത്. ഒരേ വീട്ടിലുള്ള ഏട്ടൻ അനിയന്മാർ അല്ല, മറ്റുള്ള കുടുംബത്തിൽ നിന്നുള്ള, ഒരേ കുടുംബത്തിൽ താമസിക്കുന്ന അല്ലെങ്കിൽ പലതവണ കൂടിച്ചേരുന്ന ബന്ധുക്കളുടെ ഒരു വലിയ ശൃംഖല. മലയാളത്തിലർത്ഥം വ്യാപക കുടുംബം. ഈ കുടുംബത്തിലുള്ള 3 യുവാക്കൾ മരണപ്പെട്ടു. ആഫ്റ്റർ അതിനുശേഷം, അതിനെ തുടർന്ന്. ദ കാർ ദേ വേർ ട്രാവലിംഗ് ഇൻ ഫെൽ ഇൻ ടു എ പോണ്ട്. അവർ സഞ്ചരിക്കുകയായിരുന്ന ആ കാർ ഒരു തടാകത്തിലേക്ക് വീണു. ഫെൽ എന്നാൽ വീണു. അറ്റ് ദിട്ടുപൂർ വില്ലേജ് ലേറ്റ് ഓൺ തേഴ്സ്ഡേ നൈറ്റ്. വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം. ഈ തിട്ടുപൂർ വില്ലേജ് ഇവിടെയാണ് സംഭവം. ഈ 3 യുവാക്കളും ഒരു വ്യാപക കുടുംബത്തിൽ നിന്നുള്ള യുവാക്കളാണ്. അവർ സഞ്ചരിക്കുകയായിരുന്ന കാർ ഒരു തടാകത്തിലേക്ക് വീണു വ്യാഴാഴ്ച രാത്രി. അങ്ങനെയാണ് മരണപ്പെട്ടത്. ഓൾ 3 were only sons in their families. സൺസ് എന്നാൽ ആൺമക്കൾ. ഈ പറയുന്ന ഈ മരണപ്പെട്ടിട്ടുള്ള യുവാക്കളുടെ കുടുംബത്തിൽ ഓരോ ആളുകളും അവരവരുടെ കുടുംബത്തിൽ ഏകയായിട്ടുള്ള ഒരു ആൺകുട്ടിയാണ്. അവരുടെ കുടുംബത്തിൽ ഒറ്റയായിട്ടുള്ള ആൺകുട്ടികളാണ് ഈ മരണപ്പെട്ടിട്ടുള്ള എല്ലാ ആൺകുട്ടികളും. ദ ഡിസീസ്ഡ് ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ്. ഐഡൻറ്റിഫൈഡ് എന്നാൽ തിരിച്ചറിഞ്ഞു. ഡിസീസ്ഡ് എന്നാൽ മരിച്ചുപോയിട്ടുള്ള ആളുകളെ തിരിച്ചറിഞ്ഞു. ആസ് 30-year-old ഹർദീപ് സിംഗ്, എ മെറീൻ എഞ്ചിനീയർ. 26-year-old ഇന്ദർജോത് സിംഗ്, an employee at Verka milk plant, and 18-year-old Kamalpreet Singh, a class 12 student. ഇദ്ദേഹം +2 പഠിക്കുന്ന 12ാം തരത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഈ 18 വയസ്സായിട്ടുള്ള കമൽപ്രീത്. ഈ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെയാണ് മരണപ്പെട്ടത്. ദി ആക്സിഡൻറ്റ് ഒക്കേർഡ്. ഈ അപകടം സംഭവിച്ചത് വെൻ എന്നാൽ ആ സമയത്താണ്. 5 youths were traveling in മാരുതി സെൻ കാർ. ഒരു മാരുതി സെൻ കാറിൽ ഈ 4 യുവാക്കൾ സഞ്ചരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ അപകടം സംഭവിച്ചത്. ഡ്യൂ ടു എന്നാൽ കാരണത്താൽ എന്നുള്ള അർത്ഥമാണ്. ഇന്ന കാരണത്താൽ എന്നാണ് അർത്ഥം. ഡ്യൂ ടു എ ഡെൻസ് ഫോഗ്. ഫോഗ് എന്നാൽ മൂടൽ മഞ്ഞ്. ഡെൻസ് എന്നാൽ സാന്ദ്രമായ, ഇടതിങ്ങിയ, ഇതൊക്കെയാണ് അർത്ഥം. സാന്ദ്രമായിട്ടുള്ള, ഇടതിങ്ങിയ രൂപത്തിലുള്ള ഫോഗ്, മഞ്ഞ്. ആൻഡ് ഡാർക്ക്നെസ്, ഇരുട്ടും. ഈ സാന്ദ്രമായിട്ടുള്ള രീതിയിലുള്ള മഞ്ഞും ഇരുട്ടും കാരണത്താലാണ് ഈ അപകടം സംഭവിച്ചത്. ദ ഡ്രൈവർ കുഡ് നോട്ട് മെന്യൂവർ ദ വെഹിക്കിൾ ഓൺ ദ റോഡ്. ഇവിടെ എച്ച് സൈലൻ്റ് ആയിരിക്കും. വെഹിക്കിൾ ഇങ്ങനെയാണ് വായിക്കുക. മെന്യൂവർ എന്നാൽ അർത്ഥം വിദഗ്ധ പ്രയോഗം, കൈകാര്യം ചെയ്യുക, ഇതൊക്കെയാണ് അർത്ഥം. ദ ഡ്രൈവർ കുഡ് നോട്ട് മെന്യൂവർ. ഡ്രൈവർക്ക് കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ല ദ വെഹിക്കിൾ ഓൺ ദ റോഡ്. ആ റോഡിൻ്റെ അവസ്ഥ കാരണം ആ വാഹനം ഡ്രൈവർക്ക് കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ല.
ആ റോട്ടിൽ വളരെ സാന്ദ്രമായിട്ടുള്ള രൂപത്തിലുള്ള മഞ്ഞും ഇരുട്ടും ഉണ്ടായിരുന്നു. ആയതുകൊണ്ട് ഡ്രൈവർക്ക് ആ വാഹനം പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ല. വൺ ഓഫ് ദ യൂത്ത്സ്, ഈ യുവാക്കളിൽ ഒരു യുവാവ് ഗോട്ട് ഔട്ട് ഓഫ് ദ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി ടു ഗൈഡ് എന്നാൽ ഇവിടെ വഴി കാണിക്കുക എന്നുള്ള അർത്ഥമാണ്. ഗൈഡ് ദ ഡ്രൈവറെ വഴി കാണിക്കാൻ വേണ്ടിയിട്ട് യുവാക്കളിൽ നിന്നും ഒരു യുവാവ് കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി. യൂസിങ്, ഉപയോഗിക്കുന്നു, ടോർച്ച് ലൈറ്റ് ഫ്രം എ മൊബൈൽ ഫോണിൻ്റെ ടോർച്ച് ലൈറ്റ് അദ്ദേഹം ഡ്രൈവർക്ക് വഴി കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഹവവർ, എന്നാൽ, ഡ്യൂ ടു പുവർ വിസിബിലിറ്റി എന്നാൽ ദൃശ്യത എന്നുള്ള അർത്ഥമാണ്. പുവർ എന്നാൽ മോശപ്പെട്ട, ഡ്യൂ ടു പുവർ വിസിബിലിറ്റി വളരെ മോശപ്പെട്ട ദൃശ്യത കാരണം ദ കാർ വിയർ ഓഫ് എന്നതിൻ്റെ പാസ്റ്റാണ് വിയർ ഓഫ് എന്നാൽ അർത്ഥം ദിശ മാറുക എന്നുള്ള അർത്ഥം. ദ കാർ വിയർഡ് ഓഫ് ദ റോഡ്, ആ റോഡിൽ നിന്നും ആ കാർ ദിശ മാറി. ആൻഡ് പ്ലഞ്ച്ഡ് ഇൻ ടു എ നിയർ ബൈ പോണ്ട്, ആൻഡ് പ്ലഞ്ച്ഡ് അങ്ങനെ ദിശ മാറി, പ്ലഞ്ച്ഡ് വീണു, ഇൻ ടു എ നിയർ ബൈ പോണ്ട് അടുത്തുള്ള തടാകത്തിലേക്ക് ആ കാറ് വീണു. യുവാക്കളിൽപ്പെട്ട ഒരു യുവാവ് ആ കാറിൽ നിന്നും ഡ്രൈവറെ കാണിക്കാൻ വേണ്ടിയിട്ട് വഴി കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഫോണിലുള്ള ടോർച്ച് ഉപയോഗിച്ചു. എങ്കിലും മോശപ്പെട്ട ദൃശ്യത കാരണം ആ കാറ് റോഡിൽ നിന്നും ദിശ മാറി. അങ്ങനെ ദിശ മാറിയിട്ട് അടുത്തുള്ള തടാകത്തിലേക്ക് വീണു. വൈൽ, അതേസമയം, വൺ ഓഫ് ദി 4 ഓക്യുപ്പൻസ് എന്നതിന് ഇവിടെ അർത്ഥം ഒരു വീടിനോ കെട്ടിടത്തിനകത്തോ അല്ലെങ്കിൽ ഒരു വാഹനത്തിനുള്ളിലോ ഉള്ളവരെയെല്ലാം ഓക്യുപ്പൻസ് എന്നാണ് വിളിക്കുക. ഇവിടെ കാറിന് അകത്തുള്ളവരെയാണ് ഓക്യുപ്പൻസ് എന്ന് വിളിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈൽ വൺ ഓഫ് ദ 4 ഓക്യുപ്പൻസ്, ഈ കാറിനകത്തുള്ള ആളുകളിൽ 4 വ്യക്തികളിൽ ഒരു വ്യക്തി വാസ് റെസ്ക്യൂഡ്, രക്ഷപ്പെട്ടു. ഈ 4 കാറിനകത്തുള്ള 4 പേരിൽ ഒരു വ്യക്തിയെ അതേസമയം രക്ഷപ്പെടുത്തി. ദി അതർ 3 ഡ്രൗണ്ട് എന്നാൽ മുങ്ങി മരിക്കുക എന്നുള്ള അർത്ഥം. അതിൻ്റെ പാസ്റ്റാണ് ഡ്രൗണ്ട്. ദ അതർ 3 ഡ്രൗണ്ട്, മറ്റുള്ള 3 പേർ മുങ്ങി മരണപ്പെട്ടു. അതേസമയം ഈ കാറിനകത്തുണ്ടായിരുന്ന 4 പേരിൽ ഒരു വ്യക്തിയെ രക്ഷപ്പെടുത്തി. ലേറ്റർ, പിന്നീട്, ദ കാർ കണ്ടെയ്നിങ് ദ ബോഡീസ്, ആ മൃതദേഹങ്ങൾ ഉൾക്കൊള്ളുന്ന കാർ, മൃതദേഹങ്ങൾ ഉള്ള കാർ, വാസ് ഫിഷ്ഡ് ഔട്ട് ഫ്രം ദ പോണ്ട്. ഫിഷ് ഔട്ട് എന്നാൽ പുറത്തെടുക്കുക എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ പാസ്റ്റാണ് ഫിഷ്ഡ് ഔട്ട്. തടാകത്തിൽ നിന്നും ആ മൃതദേഹങ്ങൾ ഉൾപ്പെടുന്ന കാർ പിന്നീട് പുറത്തെടുത്തു. കണ്ടെയ്നിങ് എന്നാൽ ഉൾക്കൊള്ളുന്ന. ദ ബോഡീസ് വേർ ടേക്കൺ ടു എ ഹോസ്പിറ്റൽ, ഈ മൃതദേഹങ്ങൾ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആൻഡ് ഹാൻഡ് ഓവർ എന്നാൽ കൈമാറുക എന്നുള്ള അർത്ഥം. അതിൻ്റെ പാസ്റ്റാണ് ഹാൻഡ് ഓവർ, കൈമാറി. ഈ മൃതദേഹങ്ങൾ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, അതിനുശേഷം മൃതദേഹങ്ങൾ കൈമാറി. ടു റെസ്പെക്റ്റീവ് ഫാമിലീസ്, റെസ്പെക്റ്റീവ് എന്നാൽ ഇവിടെ അർത്ഥം അവരവരുടെ, ഇതൊക്കെയാണ് അർത്ഥം. അവരവരുടെ ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ കൈമാറി. ആഫ്റ്റർ കണ്ടക്ടിങ് ദ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ, പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കിയതിനു ശേഷം അവരവരുടെ ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ കൈമാറി. ദ ക്രിമേഷൻ വാസ് പെർഫോംഡ്, ക്രിമേഷൻ എന്നാൽ അർത്ഥം ശവസംസ്കാരം എന്നുള്ള അർത്ഥമാണ്. ദ ക്രിമേഷൻ വാസ് പെർഫോംഡ്, ശവസംസ്കാരം നിർവഹിച്ചു. ഓൺ ഫ്രൈഡേ ഈവനിങ്, വെള്ളിയാഴ്ച വൈകുന്നേരം ശവസംസ്കാര ചടങ്ങ് നിർവഹിക്കപ്പെട്ടു.